ഹലോ എവരിവൺ, നമ്മുടെ മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് 28 ഡേയ്സ് ചലഞ്ചിന്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പൊ ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ ഉണ്ടാവും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാം. ഇത് എന്നാണ് നിങ്ങൾ കാണുന്നത് അന്ന് തൊട്ട് നിങ്ങൾക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഡേ ഫസ്റ്റിൽ പോയിട്ട് എന്താണ് നമ്മൾ ചെയ്തതെന്ന് നോക്കാം. ദെൻ സെക്കൻഡ് ഡേയിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് രാവിലെ മോർണിംഗ് എഴുതാൻ പറഞ്ഞിട്ടായിരുന്നു. 10 ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്തുകൊണ്ട് അത് എഴുതേണ്ടത് ഒരു ഫോമാറ്റ് ഉണ്ട്, ഇങ്ങനെ എഴുതേണ്ടതെന്നും എന്താ ചെയ്യേണ്ടതെന്നും കൃത്യമായി പറഞ്ഞു തന്നിരുന്നു. അപ്പൊ അത് കാണാത്തവരെ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡേ 2 എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം നമുക്ക് ഒരു സ്റ്റോണ് അല്ലെങ്കിൽ ചെറിയ കല്ല്, ഒരു റോക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു മാജിക് സ്റ്റോൺ അല്ലെങ്കിൽ മാജിക് റോക്ക് ടെക്നിക്കാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടിന്റെ അടുത്തുനിന്നോ എവിടെന്നെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അത്ര കുഞ്ഞതും അല്ല അത്ര വലുതും അല്ലാത്തൊരു സ്റ്റോൺ എടുക്കാം. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും. യെസ്. എന്നിട്ട് ഈ കല്ല് നിങ്ങൾ എടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. എന്നിട്ട് നമ്മളത് കയ്യിൽ വെക്കാം. ഇതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫസ്റ്റ് ഡേയിൽ ചെയ്യാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ഡേ ചെയ്യുന്നു. സെക്കൻഡ് ഡേയിൽ ഇന്ന് പറയുന്ന കാര്യം മാത്രമല്ല, ഫസ്റ്റ് ഡേ പറഞ്ഞ കാര്യം നമ്മൾ ഈ 28 ഡേയ്സ് കണ്ടിന്യൂ ചെയ്യണം. അതായത് ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞു 10 ഗ്രാറ്റിറ്റ്യൂഡ്സ് കൗണ്ട് ചെയ്യണം, എഴുതണം, താങ്ക് യു പറയണം എന്നുള്ളത്. അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. ഇനി ഇന്ന് ഞാൻ പറഞ്ഞ ഈ റോക്ക് ടെക്നിക്ക് അത് എന്നും വൈകിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പൊ ഈ 28 ഡേയ്സ് ഡേയ്സും നിങ്ങളിത് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഡേ ഫസ്റ്റ് തൊട്ട് പറയുന്ന കാര്യം ഇനി നമ്മൾ ഡേ ആഡ് ഓൺ ചെയ്ത് പോകുന്ന അനുസരിച്ചിട്ട് എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് ഫസ്റ്റ് ഡേയിൽ പറഞ്ഞ കാര്യം ഒന്നാം ദിവസം മാത്രം ചെയ്യുക എന്നല്ല, എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. അപ്പൊ ഇന്നും നിങ്ങൾ രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ടുണ്ടാവണം, എല്ലാ ദിവസവും എഴുതിയിട്ടുണ്ടാവണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കല്ല് കഴുകി വൃത്തിയാക്കി നമ്മുടെ കയ്യിലുണ്ട്. ഈ കല്ലെടുത്തിട്ട് നിങ്ങൾ കിടക്കാനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ വീട്ടിലോ എവിടെയെങ്കിലും പോയിരിക്കുക. ഈ കല്ല് നിങ്ങളുടെ കൈ പിടിക്കുക. കൈ പിടിച്ചിട്ട് ഇന്നത്തെ ഈ ഒരു ഡേ രാവിലെ തൊട്ട് വൈകിട്ട് വരെ, മോർണിംഗ് ടു ഈവനിങ്, എന്തൊക്കെ പോസിറ്റീവായിട്ട് നന്നായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഒന്ന് തിങ്ക് ചെയ്യാം. അതെന്തിനാന്ന് പറഞ്ഞാൽ ഇതില് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് തന്നിട്ടുള്ള ഒരു അവസ്ഥയോ ഒരു സിറ്റുവേഷനോ ഒരു മെമ്മറിയോ അല്ലെങ്കിൽ എന്തോ ഒരു സാഹചര്യമോ അതിനെയാണ് നമ്മൾ ആ സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് ഓർമ്മയുണ്ടാവണം. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് ഇതന്നെ കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് കണ്ണടച്ച് ഒന്നും ആലോചിച്ച് നോക്കും, ഞാൻ രാവിലെ എണീറ്റോ, അതേ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ എല്ലാ നല്ല കാര്യങ്ങളും ആലോചിച്ചിട്ട് ഓരോന്നും ആലോചിച്ച് പോകുമ്പോഴും ഉള്ളിൽ ജസ്റ്റ് ഒരു വട്ടമെങ്കിലും താങ്ക് യു പറയണം. എന്നിട്ട് അതിലേറ്റവും ഒരു ഡേയിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യം അതിലുണ്ടാവും. ഏറ്റവും കൂടുതൽ നമുക്ക് തോന്നുന്ന ആ കാര്യം നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് അതിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നന്ദി നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാന്നാണ് ചെയ്യേണ്ട ആക്ടിവിറ്റി. ഇത് എന്തിനാ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു ചലഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ള ആളുടെ ബുദ്ധിയാണ് ആക്ച്വലി. നമ്മൾക്ക് ഒരു മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അകത്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ നന്മകളെയും പറ്റി, അന്നുണ്ടായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കണ്ടേ. എഗെയിൻ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒക്കെ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഫില്ല് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു പെരുമഴയാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ സ്റ്റോൺ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം. ആദ്യം നിങ്ങൾക്ക് വലിയൊരു അറ്റാച്ച്മെന്റ് ഒന്നും ഇതിനോട് തോന്നില്ല. ഇതിങ്ങനെ ചെയ്ത് ശരിക്കും ഇതൊരു മാജിക് സ്റ്റോൺ തന്നെയാവും. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴൊക്കെ ഡൗൺ ആവുന്നു, അപ്പൊ ഈ ജസ്റ്റ് ഈ കല്ലെടുത്ത് കൈ പിടിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു കോൺഫിഡൻസ്, പോസിറ്റിവിറ്റി ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഈ ഒരു റോക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതും പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു മാജിക് ചാലഞ്ച് 28 മാജിക് ചാലഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ഞാൻ പറഞ്ഞു, റോണ്ട ബേൺ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, അവരുടെ ജീവിതത്തിൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അവർ വളരെയധികം കടത്തിലും ഒരുപാട് കുടുംബപര റിലേഷൻഷിപ്സിലും അവരുടെ കരിയറിലും ഒക്കെ സ്ട്രഗിൾ ചെയ്ത് വരുന്ന ലേഡിയാണ്. ഇവരിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഒരു 21 ദിവസം ഇവരിങ്ങനെ ആദ്യത്തെ ഒരാഴ്ച ഒന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവരെന്താ ചെയ്ത്, അവരിൽ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടൊരു അവസ്ഥയായിരുന്നു. അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതിനൊക്കെ ഇരുന്ന് നന്ദി എഴുതി. ഇത്രയാണ് അവർ ചെയ്തത്.
ഇങ്ങനെ എഴുതി എഴുതി ആദ്യത്തെ ആഴ്ച ഒന്നും സംഭവിച്ചില്ല, എല്ലാം അങ്ങനെ തന്നെ. രണ്ടാമത്തെ ആഴ്ച കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലാവാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് പല ഓഫേഴ്സും പല ഓപ്പർച്യൂണിറ്റീസും ഒക്കെ വരാൻ തുടങ്ങി. ഇവർ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തൊരു ശീലമാക്കി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ആദ്യം അവർക്കുണ്ടായ ഒരു ചേഞ്ച് ആണെന്നറിയോ, ഒരു വലിയൊരു കടത്തിലായിരുന്നു, ഡെപ്തിലായിരുന്നു. അത് ഫുള്ള് അവർക്ക് അതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിത് ഇറ്റ്സ് വെരി പവർഫുൾ. ആൻഡ് ഒരുപാട് സ്റ്റുഡൻസ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന വഴി അവരുടെ ലൈഫിൽ ഒരുപാട് മാനിഫെസ്റ്റേഷൻസും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാലേ, നമ്മൾ എവിടെ സംതൃപ്തനാകുന്നോ അത് നമുക്ക് വീണ്ടും ഇരട്ടിയായി നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് കാണണ്ട. ഇതിന്റെ ഇമ്പാക്ട് നിങ്ങൾക്ക് 28 ദിവസം എൻ്റെ കൂടെ ഇത് ചെയ്ത് 29ാം ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു ഡിഫറൻസ്, ഇമ്പാക്ട് അത് നിങ്ങളിൽ ഉണ്ടാക്കിയതല്ല. അപ്പൊ ഇന്ന് നമ്മൾ മാജിക് റോക്കാണ് പറഞ്ഞു തന്നത്. ഇനി അഗെയിൻ ഈ കല്ലിനൊരു പവറൊന്നുമില്ല, അത് എവിടെയോ കിടക്കുന്ന ഒരു കല്ലാണ്. അഗെയിൻ ഇത് മനസ്സിന്റെ ശക്തിയാണ്. ഇത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അഗെയിൻ ഇതിൽ നിന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ പോകുന്നുണ്ട് അല്ലേ, നമ്മള് എന്തോ വാല്യുബിൾ ആണ് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഇത് ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, രാവിലെ എല്ലാ ദിവസവും 10 കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡേ ഫസ്റ്റില് വൈകിട്ട് നമ്മുടെ ഈ മാജിക് റോക്കും പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഡേ 2 ഞാൻ പറഞ്ഞു തന്ന മാജിക് സ്റ്റോൺ അല്ലെങ്കിൽ മാജിക് റോക്ക് ടെക്നിക്കാണ്. ഇതിൽ കയ്യിൽ പിടിക്കാം, രാവിലെ തൊട്ട് ആ മൊമെന്റ് വരെ, ബിക്കോസ് നമ്മൾ നൈറ്റ് ആണല്ലോ ഇത് ചെയ്യുന്നുണ്ടാവാം. രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളും ഒന്നും ആലോചിക്കാം. ഇനിയും പറയുന്ന എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ എന്നെ ചീത്ത വെക്കും. ബിക്കോസ് എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമായിരിക്കും, നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ചിരിച്ചിട്ടുണ്ടാവും. നല്ല കാര്യമല്ലേ അത്, അല്ലെ? അവർ നമുക്ക് നമ്മൾ തിരിച്ച് ചിരിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ചിരിക്കുന്ന സമയം നമ്മൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറ്റില്ലേ, അല്ലേ? യെസ്. അപ്പൊ അതൊരു പോസിറ്റീവ് കാര്യമാണ്. ഫുഡ് കഴിച്ചിട്ടുണ്ടാവും, വെള്ളം കുടിച്ചിട്ടുണ്ടാവും, പഠിക്കാൻ പോയിട്ടുണ്ടാവും, വർക്കിന് പോയിട്ടുണ്ടാവും, അവിടെ ചിലപ്പോൾ നല്ല അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ എന്തോ ആവട്ടെ, ഒരു അപകടവും കൂടാതെ രാവിലെ ജോലിക്ക് പോയിട്ട് തിരിച്ചെത്തി, അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാൻ വിചാരിക്കുകയാണെങ്കിൽ, ആലോചിക്കാനാണെങ്കിൽ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ്സ് നമുക്ക് പറയാനുണ്ടാവും. അതിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റോ ഒരു സിറ്റുവേഷനോ ഒരു പേഴ്സണോ അത് കൂടുതലായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ്ഫുൾ ആവുക, താങ്ക് യു പറയാം. എന്നിട്ട് ഈ റോക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ സ്റ്റോൺ എന്ത് ചെയ്യണമെന്ന് അറിയോ, നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത് അതിന്റെ അടുത്തായിട്ട് കൊണ്ടുവെക്കുക. സൂക്ഷിക്കണേ, വീട്ടിൽ കുഞ്ഞു മക്കളെടുത്ത് കളിക്കാണ്ടോ അല്ലെങ്കിൽ എടുത്ത് എറിയാണ്ടോ സൂക്ഷിക്കണം. അത് നിങ്ങൾ കിടക്കുന്നതിന്റെ അടുത്തായിട്ട് കൊണ്ടുവെക്കുക. വീണ്ടും നെക്സ്റ്റ് ഡേ നമ്മളിത് ചെയ്യാം. അങ്ങനെ അതും ആ ഒരു റോക്കും നിങ്ങളായിട്ട് ഒരു അറ്റാച്ച്മെന്റ് പതിയെ പതിയെ ബിൽഡ് ചെയ്ത് വരും. ഓക്കെ. അപ്പൊ ഡേ 2 ഇതാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരാനുള്ള ടെക്നിക്ക്. പിന്നെ ഡേ 3 നമ്മൾ നെക്സ്റ്റ് ഡേ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്, എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നത് ഞാൻ തലേന്ന് തന്നെ പറയാറുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു റോക്ക് എടുത്ത് സൂക്ഷിച്ച് കഴുകി വൃത്തിയാക്കി വെക്കണം എന്നുള്ളത്. ഇന്ന് ഞാൻ പറയുന്നു, നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്ന നന്ദിയുള്ള ഒരു 3 വ്യക്തികളുടെ ഫോട്ടോ എടുത്ത് കയ്യിൽ വെക്കണം. അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ, എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല. മൊബൈലിലാണെങ്കിലും ആ 3 പേരുടെ ഫോട്ടോ ഉണ്ടാവണം. 3 അതിലധികം വ്യക്തികളും ആകാം, പക്ഷെ മിനിമം 3 പേരെങ്കിലും ഉണ്ടാവണം. അവരുടെ സിംഗിൾ ഫോട്ടോ ആണെങ്കിൽ വളരെ നല്ലത്. നിങ്ങളും അവരും കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണെങ്കിലും ഓക്കെ. ഗ്രൂപ്പ് ഫോട്ടോ ഒന്നും എടുക്കരുത് കേട്ടോ, ബിക്കോസ് അതിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, വേറെ പലരും ഉണ്ടാവും. ഏറ്റവും ബെസ്റ്റ് അവരെ സിംഗിൾ ഫോട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ. ഇങ്ങനെ 3 ആൾക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ആത്മബന്ധം പുലർത്തുന്ന, നിങ്ങൾക്ക് ഒരുപാട് കടപ്പാട് നന്ദിയൊക്കെയുള്ള 3 പേര്, നിങ്ങളല്ലാത്ത ഒരു 3 പേരുടെ ഫോട്ടോ എടുത്ത് കയ്യിൽ വെക്കും. എന്താണ് ചെയ്യേണ്ടതെന്ന് നാളെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചലഞ്ചിന്റെ ഈ ഒരു ടെക്നിക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തവരൊക്കെ നമ്മുടെ ചാനലിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയണം. ഓരോ ദിവസം നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവും. എന്താണ് ചെയ്യുന്നുണ്ടാകുന്ന അറിയാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ പറയണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട്, എന്റെ പേര് അഞ്ജു സന്തോഷ്, ഞാനൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ഹീലിംഗ് ടച്ച് കൗൺസിലിംഗ് സെന്ററിന്റെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ആണ്, ലൈഫ് കോച്ച് ആണ്, ഹോപ്പോനോപോനോ ഹീലർ ആണ്. അപ്പൊ എന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും ഒരു മോർണിംഗ് മോട്ടിവേഷണൽ ഓഡിയോയും നമ്മുടെ ലൈഫിൽ മനസ്സിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അബൻഡൻസ് എങ്ങനെ നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം, ഇതിലുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ നമുക്ക് നടക്കുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവര് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കാം. അപ്പൊ നാളെ നമ്മുടെ ഡേ 3 ചലഞ്ച് ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം എന്റെ വീഡിയോ വളരെ ക്ഷമയോടുകൂടി സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കണ്ടതിന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എല്ലാവർക്കും എന്റെ നന്ദി പറയുന്നു. താങ്ക് യു.